നമസ്കാരം. ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നെന്താ ഇങ്ങനെ ഒരു ഇൻട്രോ എന്നായിരിക്കും തലകൂടിയൊക്കെ ഇട്ടിട്ട്. കടയിൽ പോയിട്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ 1.5 വർഷമായിട്ടൊരു കുഞ്ഞാവ് വരുമായിരുന്നു. നമ്മുടെ അവിടുത്തെ ഏറ്റവും ചെറിയ കുഞ്ഞാണവൻ. ഇവിടെ വരുമ്പം അവൻ ഇരുന്ന് നിരങ്ങുള്ളായിരുന്നു കേട്ടോ. ഇരുന്നിട്ട് വീണ് പോകുന്നൊരു അവസ്ഥയിലാണ് വന്നത്. പക്ഷേ ആ കുഞ്ഞാവ ഓടി നടക്കാൻ തുടങ്ങി. അപ്പം അതിൻ്റെ ഒരു സെലിബ്രേഷനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അതുമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നിയ ദിവസമാണ് ഇന്നലെ. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഇന്നെന്ന് പറയുന്നത് ഞാനിവിടെ വന്നിട്ട് ഏകദേശം 1 മാസവും 17 ദിവസം തരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമുക്കൊരു ഇവിടെ ഉണ്ടായിരുന്ന ഒരാളെ പറഞ്ഞു വിടാനായിട്ട് ഉള്ള ഒരു സാഹചര്യം നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പം ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം. നമുക്ക് ഏകദേശം 1 വർഷമായിട്ട് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നതാണ്. നടക്കാനുള്ള ബുദ്ധിമുട്ടായിരുന്നു തുടക്കം. ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഇത് അച്ചീവ്മെന്റ് ആണ്. നടക്കാനുള്ള ബുദ്ധിമുട്ടിൽ നിന്ന് നടക്കാനുള്ള നന്നായിട്ട് നടക്കുന്ന ആ ഒരു സ്റ്റേജിലേക്ക് ഇപ്പം എത്തിയിട്ടുണ്ട്. നമ്മുടെ തന്നെ ഡ്യൂട്ടിയാണ്. ഇതൊക്കെ ഏറ്റവും റിസ്ക്കുള്ള ടൈമാണ്. റിസ്ക്കുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറഞ്ഞ് ഓട്ടോയിലേക്ക് ഓട്ടോയില് പിന്നാലെ ഓടുന്നുണ്ട്. അതിൽ തന്നെ എനിക്ക് ഇന്ന് അയ്യോ, അതെ. അങ്ങനെ നമ്മുടെ കുഞ്ഞുവാവയ്ക്കുള്ള ഗിഫ്റ്റ് കൊടുക്കുവാണ് കേട്ടോ ഫിസിയോതെറാപ്പിസ്റ്റ്. നമ്മുടെ കുട്ടൻ പോവുമല്ലേ, അപ്പം ജിത്തൂട്ടനുള്ള ഗിഫ്റ്റ് കൊടുക്കുവാണ് കേട്ടോ ഫിസിയോതെറാപ്പിസ്റ്റ്. നമ്മുടെ സംഗീതയും മേടിച്ചിട്ടുണ്ട്. അപ്പം ഇവർ പോകുന്നതിൽ നമ്മൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മക്കളുണ്ട്. എല്ലാവർക്കും മാറ്റം വന്ന എല്ലാ മക്കളും ഇങ്ങനെ പെട്ടെന്ന് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. കാരണം ഞങ്ങളെല്ലാവരും ഫിസിയോതെറാപ്പിക്ക് പോകുന്നുണ്ടെങ്കിലും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് എല്ലാവരും പോകുന്നത്. എല്ലാ മക്കൾക്കും ഇതുപോലെ തന്നെ മാറ്റം വരും കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മോനെ. കാരണം നമ്മുടെ ഫിസിയോതെറാപ്പി സെൻറ്ററിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് കേട്ടോ ഈ കുഞ്ഞാവ. അപ്പം ആ മോൻ പെട്ടെന്ന് തന്നെ നടന്നു പോയി. അവൻ്റെ സ്കൂൾ ജീവിതം എല്ലാം അടിപൊളിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷമാണ് കേട്ടോ. സന്തോഷം എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമാണ് എല്ലാവർക്കും. അവൻ നടക്കാൻ തുടങ്ങിയല്ലോ. അങ്ങനെ ഇപ്പം ഞങ്ങളെപ്പോലെയുള്ള അമ്മമാർക്കൊക്കെ അറിയാം കേട്ടോ ഇങ്ങനെയുള്ളതിൻ്റെ വിഷമവും സങ്കടവും ഒക്കെ ഞങ്ങളെപ്പോലെയുള്ള അമ്മമാർക്കേ അറിയത്തുള്ളൂ. വേറെ ആർക്കും മനസ്സിലാവത്തില്ല. അപ്പോൾ നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് നോക്കുവാണ്, അവനെന്താ നോക്കുന്നതെന്ന് നോക്കുകയാണ്. അവൻ ഇച്ചിരി സങ്കടമുണ്ട്. കാരണം ഡെയിലി നമ്മളെ തെറാപ്പിസ്റ്റുമാരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഡോക്ടറിന് മേളിലാണ് കേട്ടോ. അവർക്ക് നല്ല മനസ്സായിരിക്കും. കാരണം സഹനശക്തി എല്ലാം കൂടുതലായിരിക്കും. അതായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സുമിത ജിലേബിയും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ജിലേബി പോകുന്നതിൻ്റെ സന്തോഷത്തിൽ നമുക്ക് എല്ലാവർക്കും ജിലേബിയും കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പം അപ്പൂസിന് വേണ്ടാന്നാണ് പറയുന്നത്. ആദൂട്ടീനോട് ഞാൻ ചോദിച്ചു പറഞ്ഞു. ആദൂട്ടി എന്നോട് പറഞ്ഞു ആന്ന് പറഞ്ഞു. ആദൂട്ടി ഇതേ കൈ കൊണ്ട് ചെല്ലുന്നു. അങ്ങനെ നമ്മൾ ആദൂട്ടിക്ക് എടുത്തു. ആദൂട്ടിക്ക് ഞാൻ ഒരുപാട് കൊടുക്കത്തില്ല, ഇച്ചിരി കൊടുക്കത്തുള്ളൂ. എങ്ങാനും വിൽക്കിപ്പോയാലോ എന്നൊരു പേടിയുണ്ട് കേട്ടോ മനസ്സിൽ. അതുകൊണ്ട് ഒരുപാടൊന്നും കൊടുക്കത്തില്ല, കുറച്ചേ കൊടുക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കേട്ടോ. ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം എന്നൊക്കെ പറഞ്ഞാലും ഇതാണ് കേട്ടോ. കാരണം ഞങ്ങൾ ഇങ്ങനത്തെ അമ്മമാരെ അധികം പുറത്തെങ്ങും ഒരുപാട് പോകാത്ത അമ്മമാരായിരിക്കും. ഇതാണ് ഞങ്ങളുടെ സംഗീത. അപ്പോൾ ആൾ പൂവൊക്കെ കുത്തി വന്നതാണ് കേട്ടോ. അവൾക്കൊരു മോളാണ്, സംഗീതയ്ക്ക് ഒരു മോളാണ് കേട്ടോ. അപ്പം ആൾ പൂവൊക്കെ കുത്തി വന്നതാണ്. ഒരുപാട് സന്തോഷമാണ് ജിത്തൂട്ടം പോകുന്നതിന്. ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. കാരണം ഒരാളെങ്കിലും ഓടി നടന്ന് എല്ലാ മക്കൾക്കും മാറ്റമുണ്ട് കേട്ടോ. ഒരുപാട് മക്കൾക്ക് മാറ്റമുണ്ട്.
പിന്നെ പായസം ഉണ്ടായിരുന്നു. പിന്നെ അടുത്തായിട്ട് നല്ല പായസമായിരുന്നു കേട്ടോ, നല്ല അടിപൊളി പായസമായിരുന്നു. ഒരുപാട് സന്തോഷമായ നിമിഷമാണ്. ഇതാണ് കേട്ടോ പായസം, നല്ല കുറുകിയ പാലക പായസമായിരുന്നു കേട്ടോ. അപ്പം തെറാപ്പിസ്റ്റ് എല്ലാവർക്കും കൊടുക്കുവാണ് കേട്ടോ. തെറാപ്പിസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഞങ്ങളുടെ അനിയൻ തന്നെയാണ് കേട്ടോ. സാറേ അങ്ങനത്തെ ഒരു ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ല. ആദ്യം വന്നപ്പോൾ ഇപ്പം മുട്ടേൻ്റെ കൂടിയില്ലായിരുന്നു, അതിന് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ വന്നു കഴിഞ്ഞാൽ മുട്ടേൻ്റെ കഴിയാൻ തുടങ്ങി. പിന്നെ അത് നല്ലോണം സ്പീഡിൽ പോകാൻ തുടങ്ങി. ഇപ്പം ഒരു മാസമൊക്കെ ആയപ്പോഴത്തേക്കും നല്ലോണം നടക്കാനൊക്കെ തുടങ്ങുന്നു. ഇപ്പം നല്ലോണം നടക്കുന്നുണ്ട്. സ്പീഡിൽ എവിടെയും പോകണമെങ്കിൽ മാത്രമേ മുട്ടേൻ്റെ കഴിയുന്നുള്ളൂ, അതൊക്കെ നല്ലോണം നടക്കുന്നുണ്ട്. ഹാപ്പിയാണ്. ഓടുമല്ലേ? അവൻ വിചാരിച്ചാലേ നടക്കുള്ളൂ. ഒരു വാശിക്കാരനാണ്. അയ്യോ ഇനിയിപ്പോൾ എനിക്ക് തരാനുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത് പരിശീലിക്കാനുണ്ട്. അതാ ചെയ്യിപ്പിച്ചേ പറ്റുള്ളൂ. അതിപ്പോൾ ഇവിടുന്ന് ചെയ്യിക്കാനുള്ള നിർത്തിയില്ലാതൊന്നും അത് ചെയ്യിച്ചിട്ട് വിടേണ്ടതാണ്. പക്ഷെ അത് സുമിതേനെയാണ് അതിൻ്റെ ഡ്യൂട്ടി മുഴുവനായിട്ട് ഏൽപ്പിക്കുന്നത്. കാരണം വെച്ചാൽ സുമിതയാണ് അത് മുഴുവനും സമയമുള്ളത്. അപ്പം അങ്ങനെ അവരുടെ സന്തോഷം എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഹാപ്പിയാണ് കേട്ടോ, നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ഇതിൽ നിന്ന് ഒരു മക്കളെങ്കിലും ഒരു മോൻ പോവാന്ന് പറഞ്ഞാൽ അപ്പൂസാണേലും മാറ്റമുണ്ട്, എല്ലാ മക്കൾക്കും ആണേലും മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ആദൂട്ടിക്കാണേലും മാറ്റമുണ്ട്. ആദൂട്ടി എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പം എന്നൊക്കെ പറയാനായില്ലേ, അതൊക്കെ തന്നെ വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഒരു കുറേ പേർക്കൊരു വിചാരമുണ്ട്, ഇങ്ങനത്തെ അസുഖം ചികിത്സിച്ചാൽ മാറിയായിരുന്നൊക്കെ. പക്ഷെ മാറും കേട്ടോ. CP സെർബൽ പാൾസി ഉള്ളവരൊക്കെ IPS ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം എന്ത് അസുഖത്തിനും നമ്മളൊരു 10 പ്രാവശ്യം ഇപ്പം പനി വന്ന് കുറഞ്ഞില്ലെങ്കിൽ നമ്മൾ ആശുപത്രിയിൽ പോകില്ലേ, അതുപോലെ തന്നെ ഇതൊക്കെ ഒരു അവസ്ഥയാണ്. ഇതൊക്കെ മാറി മറിയാൻ അധികം സമയമൊന്നും വേണ്ട. അപ്പം ഒരുപാട് സന്തോഷമാണ് കേട്ടോ, ഒരുപാട് സന്തോഷം. അവരും ഭയങ്കര ഹാപ്പിയിലാണ്. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൻ ഓടി നടക്കുക, നമുക്ക് അതിപ്പരം നമ്മുടെ മക്കൾ ഒരാൾ ഓടി നടക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പരം ഒരു സന്തോഷമൊന്നും നമുക്കില്ലല്ലോ. ഇപ്പോൾ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് ഇനി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് അവർക്ക് കൊടുക്കുവാണ്. അതാണ് കാണുന്നത് കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ ജിത്തൂട്ടം പോയിട്ട് അടിച്ചു പൊളിച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഒരുപാട് സന്തോഷമായിട്ട് ജിത്തൂട്ടാ പോയി നല്ല മിടുക്കൻ കൊച്ചായി പഠിച്ച് നല്ല സൂപ്പർ കുഞ്ഞുവാവയായി വരാട്ടോ. പിന്നെ ഇവർക്ക് 3 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. 3 മാസത്തിൽ ഒരു പ്രാവശ്യം വന്നിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് PRO ലേറ്റായിപ്പോയി എന്നും പറഞ്ഞിട്ട് പള്ളിയിൽ പോയി എന്നും പറഞ്ഞിട്ട് ഓടി വന്നത്. പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. സിസ്റ്റർമാർ വന്നിട്ടുണ്ട്. പിന്നെ സൂപ്രണ്ട് സാറിന് എന്തോ വയ്യാന്ന് പറഞ്ഞു കേട്ടോ, അവർക്ക് എന്തോ വയ്യായ്ക ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. താഹരയും അപ്പൂസും എല്ലാവരും കൂടി ഉണ്ട് കേട്ടോ, നമ്മളെല്ലാവരും കൂടി കൂടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഗിഫ്റ്റ് പൊട്ടിക്കലാണ്. അവൻ ചുമ്മാ യൂട്യൂബറെ ശല്യം ചെയ്യാതെ പൊട്ടിക്കുകയാണ്.
ഇരിക്കുകയാണ് കേട്ടോ. കഥക്കാണ് നിർബന്ധം ഗിഫ്റ്റ് പൊട്ടിക്കണം. അയ്യോ ഞാൻ വരുവാ, സൗമ്യമ്മ വരുന്നുണ്ടോ? ഞാൻ വരുവാ. തിരക്കായിട്ടോ, 2 മണിയായി. 2 മണിയായപ്പോഴേക്കും ഒരുപാട് സമയം പോയിട്ടോ. അങ്ങനെ ഗിഫ്റ്റ് പൊട്ടിക്കലും കൂടി കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഭയങ്കരമായിട്ട് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചതാണ് കേട്ടോ. അവൾ ചോദിക്കുന്നുണ്ട് എനിക്ക് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നമ്മൾ വോയിസ് കൊടുക്കുമ്പോഴേ അത് അടച്ച് കേൾക്കുന്ന വേറെ ഒന്നും തോന്നല്ലേ. നമ്മൾ അടുത്തടുത്തടുത്ത് വീടാണ്. ഇതൊരു വല്ലാത്തൊരു ഇൻസുലേഷൻ ടേപ്പായി പോയി. സഗീതയുടെ മോളാണ് കേട്ടോ അവിടെ കിടക്കുന്നത്. അത് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാൻ ചോദിച്ചത് എവിടുന്ന് ഇൻസുലേഷൻ ടേപ്പ് മേടിച്ചെന്നൊക്കെ ചോദിച്ചിരിക്കുമായിരുന്നു. നമ്മൾ അവിടെ പോയാലേ എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. നമ്മുടേതായ സന്തോഷത്തിലേക്ക് ഒരുപാട് ഹാപ്പിയാണ്. എന്താണ് അറിയില്ല മനസ്സ് തുറന്ന് വെച്ചിരിക്കുന്നതന്നെ എവിടെയാണ് വരെ. ഞങ്ങൾക്ക് ഒരാൾ ഒരു ദിവസം വന്നില്ലേ തന്നെ പക്ഷെ ചിത്രത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ് കേട്ടോ. എല്ലാം അറിയുന്നുണ്ട്. അങ്ങനെ ആ ഗിഫ്റ്റ് അതെ പൊട്ടിക്ക് നമുക്ക് നമ്മുടെ വീഡിയോ എല്ലാം ലൈക്ക് അടിക്കാനും ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ സബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുത്തും. അപ്പം എല്ലാവരും മറക്കരുത്. അങ്ങനെ സംഗീതം മേടിച്ചു കൊടുത്ത 2 നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞാവ നടക്കുന്നതും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദൂട്ടി ഉറക്കത്തിലാണ്, എണീറ്റിട്ടില്ല. ആദൂട്ടി എണീക്കുന്നതിന് മുമ്പ് എനിക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ടതുകൊണ്ടാണ് കേട്ടോ. അപ്പം പിന്നെ അതുമല്ല അവൻ എണീക്കുന്നതിന് മുമ്പ് എനിക്ക് ഡൗൺലോഡൊക്കെ ചെയ്ത് വോയിസൊക്കെ കൊടുത്ത് വെക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.